ഹമാസ് ഇസ്രായേലിനെ കയറി ഒന്ന് ചൊറിഞ്ഞു. അതിൻ്റെ തിരിച്ചടികൾ ഇപ്പോഴും തീരുന്നില്ല. ഏതാണ്ട് 39,000-ഓളം പേരാണ് ഈ ഇസ്രായേലിൻ്റെ തിരിച്ചടിയിൽ ഇപ്പോൾ ജീവൻ നഷ്ടമായത്. ഇപ്പോൾ ഗാസ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇസ്രായേൽ ഇനി ഒരു പൂർണ്ണ ക്ലീനിങ് അതാണ് അവരുദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷം ഗാസയെ എങ്ങനെ നിലനിർത്തണം ഇതുവരെ ചിന്തയിലേക്ക് പോകുന്നു. പക്ഷേ ഇപ്പോഴും ഹമാസും ഹിസ്ബുള്ളയൊന്നും കീഴടങ്ങിയില്ലെന്നും പറയുന്നു. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനായിട്ട് ടി.ജി. മോഹൻദാസ് സാറുണ്ട്, AP അഹമ്മദ് സാറുണ്ട്. ആദ്യം അഹമ്മദ് സാറിനോട് ചോദിക്കാം. സാർ, ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എനിക്ക് തോന്നുന്നത് ഇസ്രായേൽ ഇനി ഈ നിരന്തരമായ പരീക്ഷണങ്ങളുടെ ഒരു കാലം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ്. കാരണം ഒരു രാഷ്ട്രത്തിന് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു ഇല്ലായ്മയിൽ നിന്ന്, മഹാശൂന്യതയിൽ നിന്ന് ആരംഭിച്ച ഒരു രാജ്യം 75 കൊല്ലം, 48-ൽ നിന്ന് കൃത്യമായി പറഞ്ഞ ഒരു 75 കൊല്ലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രമായി മാറിക്കഴിഞ്ഞ ഒരു ദേശത്തിന് ഈ 75 കൊല്ലം മുമ്പുള്ള രാഷ്ട്രീയത്തെക്കാൾ, അതിൻ്റെ വൈകാരികവും അതിൻ്റെ ചരിത്രപരവുമായ ശരിതെറ്റുകളിലേക്ക് പോകുന്നതിനേക്കാളും പ്രധാനം ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഇനി അവരുടെ സുരക്ഷയാണ്. അതിനകത്ത് നിരന്തരമായ തലവേദനകൾ എന്ത് പേരിലായാലും ഏത് കോണിൽ നിന്നായാലും ഇനി അവർക്ക് താങ്ങാനാവില്ല, സഹിക്കാനാവില്ല എന്ന ഒരു നിലപാടാണ്. ഇപ്പോൾ ഗാസയിൽ അവർ വായുമാർഗേണയും കടൽ മാർഗേണയും കരമാർഗേണയും 3 മാർഗത്തിലും ഗാസയെ നശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നശിപ്പിക്കുക എന്ന് വെച്ചാൽ മാത്രമല്ല, ഒരേ സമയം ഈ ഐക്യരാഷ്ട്രസഭയുടെ തന്നെ മധ്യസ്ഥതയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വന്ന 1920 തൊട്ട്, ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വന്ന 20 തൊട്ട് ന്യായമായി മുന്നോട്ട് വെച്ച ഒന്നാണ് ജോർഡാൻ റിവർ ഒരു ബോർഡറായിട്ട് എടുക്കുന്നു. അതിൻ്റെ കിഴക്ക് ജൂതന്മാർക്കും പടിഞ്ഞാറ് ഭാഗം അറബ് വംശക്കാർക്കും. അത് അന്ന് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, 48-ൽ UN ആ തീരുമാനം വെച്ചപ്പോൾ അംഗീകരിച്ചില്ല. അറബ് രാജ്യങ്ങൾ പോയി ഇവരെ ആക്രമിച്ചു, തോറ്റു, നിരന്തരമായി തോറ്റുകൊണ്ടിരുന്നു. പിന്നീട് 6 ഡേ വാർ ഉണ്ടായി, ആ വാറിലും തോറ്റു. അപ്പോഴൊന്നും ഈ ഒരു അന്താരാഷ്ട്ര കരാർ അനുസരിക്കാതെ പോയതിൻ്റെ മണ്ടത്തരം അറബ് ലോകത്തിന് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സങ്കടകരമായ അവസ്ഥ എന്നാൽ അനിവാര്യമായ ഒരു പരിണതി ഈ ഫലസ്തീനികൾക്ക് വേണ്ടി സംസാരിക്കാൻ ലോകത്തിൽ ആരുമില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. ഒന്നാമത്, അന്താരാഷ്ട്ര കരാർ അംഗീകരിക്കാത്തതുകൊണ്ട് ഫലസ്തീൻ എന്ന രാഷ്ട്രമില്ലാതെ പോയി. ഇസ്രായേൽ അംഗീകരിച്ചതാണെന്ന്, ഇപ്പുറത്ത് അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഫലസ്തീനികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് അയൽപ്പക്കത്തെ 4-5 അറബ് രാജ്യങ്ങളായി. അവരുടെ താല്പര്യപ്രകാരം അവർ യുദ്ധങ്ങൾ ഉണ്ടാക്കി. തോറ്റുപോയപ്പോൾ അവർ തന്നെ അത് വീതിച്ചെടുത്തു യുദ്ധച്ചെലവിലേക്ക്. ഓർക്കുന്നില്ലേ ടി.ജി? ഇത് അവരുടെ തന്നെ അറബ് ലോകത്തിൻ്റെ അനാസ്ഥയും അങ്ങേയറ്റത്തെ കുറ്റകരമായ നീക്കങ്ങളുടെ ഒരു ചരിത്രമാണത്. ഇപ്പോഴത്തെ ഒരവസ്ഥ, ഇസ്രായേൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു, ശക്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശാസ്ത്രീയമായും സൈനികമായും ഒക്കെ അവർ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ എൻജിനീയറിംഗ് ഉൾപ്പെടെയുള്ള, അവരുടെ സ്പൈ നെറ്റ്വർക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലോകത്തിലെ അറബ് രാജ്യങ്ങൾക്ക് വേണം. ഇന്ന് അവരുടെ ഗുണഭോക്താക്കളാണ്. സൗദി അറേബ്യയിലെ 20ഓളം കരാറുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ കമ്പനികളാണ്. അതുകൊണ്ട് അറബ് ലോകം ഇന്ന് ഇസ്രായേലിൻ്റെ ഗുണഭോക്താക്കളാണ് ഒരർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ അവരില്ല. പിന്നെ ഇസ്രായേലിനെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ള പടിഞ്ഞാറൻ ലോകം, അമേരിക്കയും UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇസ്രായേലിനോട് ഈ ഘട്ടത്തിൽ അനീതിയാണ് പറയുന്നത്. അതുകൊണ്ട് യുദ്ധം നിർത്തണം എന്ന് പറയുന്നു. അതുകൊണ്ട് അതും സ്വീകാര്യമല്ലാത്തൊരവസ്ഥ. ആര് പറഞ്ഞാലും കേൾക്കാൻ ഇനി ഞങ്ങളില്ല എന്ന് തീരുമാനിക്കുന്നൊരവസ്ഥ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജോർഡാൻ റിവറിൻ്റെ അതിർത്തി കൂടി വിട്ട് ഗാസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും ഒക്കെ ജൂതന്മാർക്ക്, ഇസ്രായേൽ പൗരന്മാർക്ക് ഇഷ്ടം പോലെ കുടിയേറി പാർക്കാൻ അവസരം കൊടുക്കുകയും, ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ച ഒരു വാർത്ത, ഗസയിൽ മാത്രം പുതുതായി 50,000 ജൂതന്മാരെ കൊണ്ടുപോയി പാർപ്പിച്ചു എന്നാണ്. ഭരണകൂടം പാർപ്പിക്കുകയാണ്. അപ്പുറത്ത് തടയാൻ ആളില്ല, ഒരു രാജ്യമില്ല, പട്ടാളമില്ല. ഇതൊക്കെ വരുത്തി തീർത്തത് ആരാണ്? അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ ഫലസ്തീൻ ഉപദ്വീപ് എന്ന് പറയുന്ന പ്രദേശം മുഴുവനും സമ്പൂർണ്ണമായി ഇസ്രായേലായി മാറുന്ന ഒരു സാഹചര്യം ഒട്ടും വൈകൂല എന്നാണ് എൻ്റെ വിശ്വാസം. വേറെ നിവൃത്തിയില്ല. അത് അറബ് ലോകത്തിൻ്റെ തന്നെ അനിഷ്ടങ്ങളുടെ, അവരുടെ തന്നെ അധർമ്മങ്ങളുടെയും അല്ലെങ്കിൽ അവരുടെ തന്നെ പക്വതയില്ലായ്മയുടെയും ചിന്താശേഷിയില്ലായ്മയുടെയും ചിന്താശൂന്യമായ നീക്കങ്ങളുടെയൊക്കെ ഫലമാണ് എന്ന് വേണം കരുതാൻ. ടി.ജി എങ്ങനെയാണ്? ടി.ജി, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ പലസ്തീന് വേണ്ടി ഇപ്പോൾ കരയുന്നവരുടെ എണ്ണം കുറയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലായിരുന്നു പലസ്തീന് വേണ്ടിയിട്ട് ഫ്ലക്സ് വെക്കുന്നത്, വലിയ മാധ്യമ ചർച്ച വരുന്നത്. ഇതൊന്നും ഇപ്പം കാണുന്നില്ല. ഇത് തന്നെയാണ് മറ്റ് രാജ്യങ്ങളിലും പലസ്തീനെ ഇപ്പോൾ ആരും അനുകൂലിക്കുന്നില്ലേ? അങ്ങനെയില്ല, മറ്റു രാജ്യങ്ങളിൽ കൂടി വരുന്നു. ഭാരതത്തിൽ കുറഞ്ഞ് ഇല്ലാതെയായിരിക്കുന്നു. ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ടത് പാലസ്തീൻ പ്രശ്നം കേരളത്തിൽ ഈ ചലനം സൃഷ്ടിക്കേണ്ട കാര്യമെന്താ? കേരളത്തിലെ ഒരു മുസ്ലിമിൻ്റെ
ഒരമ്മാച്ചനും പാലസ്തീനിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പാണക്കാട് ശിഹാബ് തങ്ങൾ ഗസയിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഹമാസ് വെടിവെച്ച് കൊല്ലുന്ന അങ്ങേരെയായിരിക്കും. ഇവനാരാണെന്ന് ചോദിച്ചു. അവർക്ക് കേരളം എന്ന് പറയുന്ന സ്ഥലമുണ്ടെന്ന് അവർക്കറിയില്ല, മലയാളി ഉണ്ടെന്ന് അവർക്കറിയില്ല, മലപ്പുറം ഉണ്ടെന്നോ മുസ്ലിം ഉണ്ടെന്നോ അവർക്കറിയില്ല. പിണറായി വിജയൻ പുല്ലാണ് അവർക്ക്, അവർ കേട്ടിട്ട് പോലുമില്ല. പക്ഷേ പിണറായി വിജയൻ ഇവിടെ കിടന്ന് മസിൽ പിടിക്കുകയാണ് ഹമാസിനും പാലസ്തീനും വേണ്ടിയിട്ട്. ഇസ്രായേൽ മലയാളിയായ ഒരു നേഴ്സ് മരിച്ചു ഹമാസിൻ്റെ ആക്രമണത്തിൽ. ആ നേഴ്സ് മരിച്ചതിൽ ഹമാസ് തീവ്രവാദികളുടെ വെടിയുണ്ട് കൊണ്ട് മരിച്ചു, അല്ലെങ്കിൽ ബോംബ് വീണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് പാല MLA മാണി സി കാപ്പൻ ഫേസ്ബുക്ക് പോസ്റ്റ് മൂക്കുകൊണ്ട് ഇക്ഷാവരപ്പിച്ച് മാണി സി കാപ്പനെ, കത്തോലിക്ക സഭയുടെ ആസ്ഥാനം പാല, അവിടുത്തെ MLA മാണി സി കാപ്പൻ വാലും ചുരുട്ടി ഓടി. ഭയന്നുപോയി കേരളത്തിലെ ക്രിസ്ത്യാനികൾ. ചോദിക്കാൻ ആരും ഉണ്ടായില്ല. 4 പിള്ളേർ കാസ കീസ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ആത്മാർത്ഥമുള്ളവരാണ്. എനിക്കവരോട് വലിയ കാര്യമാണ്. ഇവർ കേരളത്തിലെ മുസ്ലിങ്ങൾ, കേരളത്തിലെ മറ്റ് സമുദായങ്ങളെ അനാവശ്യമായിട്ട് ഭീഷണിപ്പെടുത്തിയ ഒരു സംഭവമാണ് ഈ പാലസ്തീൻ. ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിഞ്ഞുകൂടെ. ആ കലാപരിപാടി നിന്നത് മാത്രമല്ല, തിരിച്ചടിക്കാൻ തുടങ്ങി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം. തിരിച്ച് അവരുടെ ജാഥ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചെറുതായിരുന്നു, പക്ഷെ അത് തുടങ്ങിയിരുന്നു. അതൊരു സിഗ്നലായിരുന്നു. ഈ വേണ്ടാത്ത നോൺസെൻസ് വലിച്ച് തലയിൽ വയ്ക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. യുദ്ധവിരുദ്ധർ, അങ്ങനെ കുറേ ടീമുണ്ട് യുദ്ധവിരുദ്ധരന്മാർ. യുദ്ധവിരുദ്ധർക്ക് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തെപ്പറ്റി ഒന്നും പറയാനില്ല. മാഷ ആലോചിച്ച് നോക്ക്, ലോകത്ത് കുറഞ്ഞത് ഒരു 50 യുദ്ധം ദിവസവും നടക്കുന്നുണ്ട്, മിനിമം 50. സൗദി അറേബ്യ യമനിൽ കൊണ്ടുപോയിട്ട് 4 ബോംബിടും, യുദ്ധമാണ്. അസർബൈജാൻ അർമേനിയയെ ചൊറി, അവിടെ നിന്ന് കുറേ ക്രിസ്ത്യാനികൾ ഓടി അങ്ങോട്ട് പോകും. എന്തെല്ലാം 1.5 ലക്ഷമാണ്, കുറഞ്ഞ ആൾക്കാരൊന്നുമല്ല, അതൊരു യുദ്ധമാണ്. ഹിസ്ബുള്ള ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കും, അത് വേറൊരു യുദ്ധമാണ്. ഇസ്രായേൽ ഡമാസ്കസ് എയർപോർട്ടിൽ ബോംബിടും, അത് 4മതൊരു യുദ്ധമാണ്. യുദ്ധം മാഷേണ്ടി നോക്കും, മിനിമം 50 യുദ്ധം ദിവസവും നടക്കുന്നുണ്ട്. ഈ യുദ്ധവിരുദ്ധന്മാർക്ക് അതിലൊന്നും താല്പര്യമില്ല. അവർക്ക് താല്പര്യം ഓൾ ഐസ് ഓൺ റഫ. ആരുടെ 16 അടിയന്തരത്തിനാണ് ഓൾ ഐസ് ഓൺ റഫ? യെസ്, ഐ എം സോറി ദാറ്റ് ഐ എം യൂസിങ് ദിസ് വേർഡ്സ്, ബട്ട് നോൺസെൻസ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സെൻസിന് ലിമിറ്റുണ്ട്, നോൺസെൻസിന് ലിമിറ്റില്ല. TG ഒരു ചാനലിൽ ചോദിക്കുന്ന കേട്ട് എനിക്ക് മനസ്സില്ല പലസ്തീൻ ചരിത്രം പഠിക്കാൻ. യെസ്, സാർ എന്തിന് ഞാൻ പഠിക്കണം? യെസ്, ജൂതൻ്റെയും അവിടെ നടന്ന കാര്യങ്ങളുമൊക്കെ 10,000-10,000 വർഷം മുമ്പ് എന്തെങ്കിലുമൊക്കെ നടന്നു കാണും. എനിക്ക് എൻ്റെ അപ്പൂപ്പൻ്റെ പേര് അറിഞ്ഞുകൂടാ, പക്ഷേ എൻ്റെ താലൂക്കിൻ്റെ വിസ്തൃതിയോ അതിൻ്റെ അതിർത്തിയോ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ പിള്ളേരെ അതൊന്നും പഠിപ്പിക്കുന്നില്ല. എന്നിട്ട് പാലസ്തീൻ്റെ ചരിത്രം വെച്ചിട്ട് മണിക്കൂറുകളോളം ഡിബേറ്റ്, എത്ര വീഡിയോ യൂട്യൂബിൽ. വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? വാട്ട് ഈസ് യുവർ ബിസിനസ് ഇൻ ഗസ? പക്ഷേ TG 100 കൊല്ലമായിട്ടേ ലോകത്തിന്റെ ഒരു സമാധാനക്കേടായിട്ട് ഈ ഫലസ്തീൻ നിലനിൽക്കുകയാണല്ലോ. നിലനിർത്തുകയാണ്. ഞാൻ പറയട്ടെ, ലോകത്തിൻ്റെ ഏറ്റവും വലിയ സമാധാനക്കേട് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതയുദ്ധമായിരുന്നു. അതിനേക്കാൾ വലുതാക്കി പാലസ്തീനെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ. ലോകം മൊത്തം നടക്കുന്ന ഒരു ഹാർഡ് അല്ലെങ്കിൽ റാഡിക്കൽ ഇസ്ലാമിൻ്റെ നരേറ്റീവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ പൊട്ടിത്തെറിച്ചത്. അല്ലെങ്കിൽ അമേരിക്കയിൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത്. സാറ് നോക്ക്, ഇത്തവണ ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഒരു സ്നാപ്പ് തെരഞ്ഞെടുപ്പ് നടത്തി മാക്രോൺ. അതിൽ ഫസ്റ്റ് റൗണ്ടിൽ ലീപെൻ്റെ പാർട്ടി ഒന്ന് കയറി വന്നു. സെക്കൻഡ് റൗണ്ട് ആയി കഴിഞ്ഞപ്പോൾ ഈ മിഡിൽ പാത്ത് പാർട്ടികളും എക്സ്ട്രീം ലെഫ്റ്റും ഒന്നിച്ചു കൂടിയിട്ട് അവർ ഭൂരിപക്ഷമായില്ല, ബട്ട് അവരെ ഏറ്റവും വലിയ ഗ്രൂപ്പായി. അതിൻ്റെ ആഘോഷത്തിൽ ഫ്രഞ്ച് പതാക 1-2 ഉള്ളൂ, ബാക്കി മുഴുവൻ പലസ്തീൻ പതാകയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഫ്രാൻസിലെ പ്രകടനം, ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയവരുടെ പ്രകടനം, അതിലേറ്റവും കൂടുതൽ പലസ്തീൻ പതാകകളാണ്. ഇവിടുന്ന് ആരെയോ ഒരു പെണ്ണുമ്പിളയെ കെട്ടിയെടുത്തിരുന്നല്ലോ, അവർ ഈ വത്തയ്ക്ക പോലത്തെ ഒരു സഞ്ചി കാണിച്ചു, അവിടെ വലിയ സംഗതി. വാട്ട് ഈസ് ദിസ്?
Yes. നിങ്ങൾക്ക് ആരാണ് ഈ പാലസ്തീൻ? പക്ഷേ ടി ജി, ലോകത്തെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു പാലസ്തീൻ, ഇതിലും വലിയ കൊലപാതകങ്ങൾ, നരഹത്യകളൊക്കെ ഭാരതത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. No one will care. പക്ഷേ ടി ജി, ഒരു കാര്യമുണ്ട്, നമ്മൾ ഇന്ത്യക്കാർ എന്നുള്ള നിലക്ക് നമുക്ക് ഇന്ത്യയുടെ ചരിത്രവും മറക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ചരിത്രകാരന്മാർ, രാഷ്ട്രീയക്കാർ 1990 മുതൽ കാശ്മീരിൽ നിന്ന് വിസ്ഥാപിതരായ 7 ലക്ഷം അഭയാർത്ഥികളെ പറ്റി ഒരു വാക്ക് മിണ്ടാൻ തയ്യാറുണ്ടോ? ഒരു വാക്ക്. അല്ല, ഈ ഇസ്രായേൽ ഉണ്ടായത് 1948, ഞാൻ പറയുന്നത് 1990-ലാണ്. സമ്മതിച്ചു. ഈ ഇരട്ടത്താപ്പ് നിലപാടുകൾ സമ്മതിച്ചു. യുനോ, സുപ്രീം കോടതിയിൽ അവർ പോയി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ദീസ് ആർ ഓൾ വെരി ഓൾഡ് തിങ്സ്, വി കനോട്ട് ഡീൽ വിത്ത് നൗ. കാലം ഒരുപാട് കഴിഞ്ഞു പോയില്ലേ. അതേ സുപ്രീം കോടതി 1984 16 വർഷം മുമ്പ് നടന്ന സിഖ് കൂട്ടക്കൊല പുനരന്വേഷിക്കാനായിട്ട് ഉത്തരവിട്ടു. ശരിയാണ്. വൈ ദിസ് ഡിസ്ക്രിമിനേഷൻ? ഇപ്പം ഞാൻ പറയുന്നത് ഓർഗനൈസ്ഡ് ആയിട്ട് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഭയപ്പെടുത്താൻ, ഭീഷണിപ്പെടുത്താൻ ആയിട്ട് ഈ പാലസ്തീൻ ഇഷ്യൂ ഉപയോഗിക്കപ്പെടുന്നു. ഇത് ഈ 2 സമുദായങ്ങൾ തിരിച്ചറിയുന്നു. അത് കണ്ടില്ല എന്ന്, അതും കൊണ്ട് അങ്ങ് രക്ഷപ്പെട്ട് കളയാം എന്ന് പിണറായി വിജയനും വിചാരിക്കരുത്, ജമാഅത്തെ ഇസ്ലാമിയും വിചാരിക്കരുത്. ഇതൊക്കെ വലിയ പൊട്ടിത്തെറികൾക്കിടയാക്കുന്ന നരേറ്റീവ്സാണ് നടക്കുന്നത്. ശരി, കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഈ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്താൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നന്നായി ഉപയോഗിച്ചൊരു പാരമ്പര്യമുണ്ട്. ഇറാഖ് യുദ്ധം തൊട്ട് ഇപ്പോൾ ഫലസ്തീൻ വരെ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെയാണെന്നോ അല്ലേ, കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു കലോത്സവത്തിന് ഇൻതിഫാദ എന്ന് പേര്, അതൊക്കെ ഉണ്ട്. പക്ഷേ ടി ജി, ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം അതല്ല. ഈ ഫലസ്തീൻ ഇഷ്യൂവിനെ 48 തൊട്ട് വളരെ പൊളിറ്റിക്കലായി തന്നെ അഡ്രസ്സ് ചെയ്യുകയും അവർക്ക് പലസ്തീനികൾക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്തൊരു ദീർഘകാലത്തെ പാരമ്പര്യം നമുക്കുണ്ടല്ലോ. അതിനെ ആ ഒരു കാലഘട്ടവും തെറ്റായിരുന്നു എന്നാണോ ടി ജി പറയുന്നത്? ഭാരതത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന നിലപാടെടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ കുറച്ചെങ്കിലും അത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭാരതം വാസ്തവത്തിൽ ഇസ്രായേൽ പാലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട്. പാലസ്തീൻ്റെ എംബസിയും ഡൽഹിയിലുണ്ട്. ഇപ്പോഴും നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് ആവശ്യപ്പെട്ടത് പാലസ്തീന് UN അംഗത്വം കൊടുക്കണമെന്നാണ്. അതിന് അങ്ങനെ ഒരു പ്രമേയം വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തു. അതേസമയം ഇസ്രായേലിലേക്ക് ഭാരതം ആയുധം അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വെപ്പൺസ് എന്ന് വെച്ചാൽ ഇസ്രായേൽ ഉണ്ടാക്കുന്ന വെപ്പൺസ് കുറച്ചുണ്ട്, അത് നമ്മൾ വാങ്ങുന്നു. വാസ്തവത്തിൽ നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൽ നിന്നാണ് വെപ്പൺസ്. പല ലോകരാജ്യങ്ങൾക്കും ഇസ്രായേലാണ് വെപ്പൺസ് കൊടുക്കുന്നത്. ഇതിൽ ഇപ്പം പഴയ വെപ്പൺസ് അല്ലല്ലോ. ഈ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഈ ആൻ്റണി ബ്ലിങ്കനടക്കം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ചിലപ്പോൾ വെടി നിർത്തണമെന്ന് പറയും, ചിലപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയും. 14 ബില്യൻ്റെ ആയുധം അമേരിക്ക വീണ്ടും ഇവർക്ക് കൊടുത്തു, ഇസ്രായേലിന് കൊടുത്തു. ഇസ്രായേലിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാവരും ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ വീണ്ടും വിവാദമായ പെഗാസസ് ആരുടെ സോഫ്റ്റ്വെയറാണ്? ഇസ്രായേൽ. ഇപ്പം നടക്കുന്നത് സോഫ്റ്റ്വെയർ കൊണ്ടുള്ള ആയുധങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ സാറിന് ഒരു തോക്ക് തരുന്നു. ഈ തോക്ക് വെച്ച് സാറ് എന്നെ തന്നെ വെടിവെക്കില്ല എന്ന് എങ്ങനെ അറിയാം? ആ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ അതുവരെ എല്ലാവരും പറയും ടെക്നോളജി ഈസ് ന്യൂട്രൽ, ടെക്നോളജിക്ക് രാഷ്ട്രീയമില്ല. ടെക്നോളജിക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് ആദ്യമായിട്ട് തെളിയിച്ചത് ഇസ്രായേലാണ്. അവരുണ്ടാക്കിയ തോക്ക് കൊണ്ട് അവരെ വെടിവെക്കാൻ പറ്റില്ല. ഇറ്റ് വിൽ നോട്ട് ഫയർ. അത്ര സേഫാണത്. ഇമാജിൻ, ഇപ്പോൾ AI വന്നു കഴിഞ്ഞപ്പോൾ ഈ AI വെച്ചിട്ടുള്ള തോക്കാണ് ഞാൻ സാറിന് വിൽക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആ ഇൻ്റലിജൻസിന് അതിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, മോഹൻദാസിന് നേർക്ക് വെടിവയ്ക്കാൻ AP അഹമ്മദ് ശ്രമിച്ചാൽ കൊള്ളൂല. അതിൻ്റെ പുറകുവശം തുറന്നിട്ട് ഒരു വെടിയുണ്ട AP അഹമ്മദിനെ കൊള്ളും. ശരി. അപ്പോൾ മാത്രമേ ആ ബാക്ക് സൈഡ് തുറക്കുള്ളൂ. AP അഹമ്മദിന് വേറെ ആരെ വേണമെങ്കിലും വെടിവെക്കാൻ സേഫാണ്, ബാക്ക് തുറക്കില്ല. എപ്പോഴെങ്കിലും മോഹൻദാസിൻ്റെ നേർക്ക് കാഞ്ചി വലിച്ചാൽ അപ്പോൾ ഉണ്ട തിരിച്ചു. AI weapons. റിയലി അത് വല്ലാതെ ഇൻഫർമേഷൻ ആട്ടോ. വല്ലാതെ. സി വൈ പീപ്പിൾ ആർ അഫ്രൈഡ് ഓഫ് ഇസ്രായേൽ? കാരണം ഇസ്രായേലിൽ നിന്ന് ആയുധം വാങ്ങിയ, സോഫ്റ്റ്വെയർ വാങ്ങിയ ആൾക്കാർക്കൊക്കെ ഇത് എങ്ങനെ ഇസ്രായേൽ ഇതിട്ട് കളിക്കും എന്നറിയില്ല. ഉള്ളി 2-3 പേർക്കാണ് ഈ കപ്പാസിറ്റി ഉള്ളത്. ഇസ്രായേൽ, US ആൻഡ് ചൈന. മൈൻഡ് യു, ചൈനയ്ക്ക് ഈ ഏർപ്പാടുണ്ട്. ചൈന 1 വർഷം മുമ്പ് നമ്മുടെ മുംബൈയിലെ ഇലക്ട്രിക് സപ്ലൈ സ്വിച്ച് ഓഫായി. അരമണിക്കൂർ നേരത്തേക്ക് കറണ്ടില്ല. ബോംബെയിൽ അരമണിക്കൂർ നേരം കറണ്ടില്ലെങ്കിലത്തെ സ്ഥിതി ആലോചിച്ചു. ഫുൾ ബോംബെ, ഗ്രേറ്റർ ബോംബെ
അപ്പോൾ ഇത് വലിയ പ്രശ്നമായി. അമേരിക്കയിൽ നിന്ന് നമ്മുടെ സെക്യൂരിറ്റി ഏജൻസിക്ക് മെസ്സേജ് വന്നു, ഇത് ചൈനയുടെ പണിയാണ്. നമ്മൾ സമ്മതിച്ചില്ല. നമ്മൾ നമ്മുടെ ട്രഡീഷണൽ വേയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യുക, ഇതുപോലെ കേരള കലാപരിപാടികളെ. ഇത് കഴിഞ്ഞ് നമ്മളുടെ ടെക്നോളജിസ്റ്റുകൾ നെക്സ്റ്റ് ഡേ അംഗീകരിച്ചു, ഇത് ചൈനയുടെ സോഫ്റ്റ്വെയർ കൊണ്ട് ബോംബെ സ്തംഭിപ്പിച്ചു ചൈന ഒരു ഇൻഡിക്കേഷൻ തന്നതാണ്, മോനെ ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ നഗരങ്ങൾ സ്തംഭിപ്പിക്കാൻ പറ്റും, ഞാൻ ബോംബിടാനും പിടിക്കാനും ഒന്നും പോകുന്നില്ല. നിൻ്റെ നഗരങ്ങൾ മുംബൈ, കൽക്കട്ട, ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് സ്തംഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നാഡീ ഞരമ്പുകൾ സ്തംഭിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്റലിജൻസ് കണ്ടെത്തിയോ ഇത് കണ്ടെത്തി അത് ഫയർ വാൾ വെച്ച് പ്രൊട്ടക്ട് ചെയ്തു. നെക്സ്റ്റ് ടൈം ദേ കനോട്ട് ഡു. ബട്ട് ചൈന നോസ് ഹൗ ടു ഓവർകം യുവർ ഫയർ വാൾ ഓൾസോ. അറിയാം. ഈ നരേറ്റീവാണ് ഇപ്പോൾ ലോകത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ അനാവശ്യമായിട്ട് വേണ്ടാത്ത കാര്യങ്ങളിൽ പോയി അഭിപ്രായം പറയുക, അവിടെ ഈ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഇതുകൊണ്ടൊന്നും നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. ഇതാണ് ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നത്. ഇടയ്ക്ക് പാലസ്തീൻ അനുകൂലമായ ഒരു പ്രമേയം വരും, അതിനെ ഒന്ന് താങ്ങിക്കൊടുക്കും. ഇപ്പുറത്ത് ഇസ്രായേലിനെ തല്ലിക്കൊല്ലാനായിട്ടൊരു പ്രമേയം വരും, അതിൽ മാറി നിൽക്കും. 2 മാസം കഴിയുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരും, അപ്പോൾ സ്വീകരിക്കും. 1 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജന്മദിനാശംസ ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഇതിനൊക്കെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഇതിലെല്ലാം പുറകിൽ. നമ്മളെ ഉപദ്രവിക്കരുത്. അതാ ഇന്ത്യക്ക് അതേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യ മുകളിലേക്ക് കയറി ചില പാക് പട താഴേക്ക് വെടിവെച്ചല്ലോ. അന്ന് ഈ ഇസ്രായേലിലെ GPS സംവിധാനങ്ങളാണ് ഇന്ത്യക്ക് തന്നത്. അപ്പോൾ അതിനൊരു പ്രത്യുപകാരം എന്ന നിലയിലായിരിക്കും ഇപ്പോൾ ഈ ചെന്നൈയിൽ നിന്ന് 2 കപ്പലിലാണ് ആയുധം ഇസ്രായേലിലേക്ക് എത്തിച്ചെന്ന് പറയുന്നത്. പ്രത്യുപകാരമൊന്നുമല്ല, അത് നമ്മളുടെ ഈ കുറേ ഡിഫൻസ് ഫാക്ടറികളുണ്ടായിരുന്നു. ഇൻഎഫിഷ്യൻസി കൊണ്ട് മുടിഞ്ഞ് പണ്ടാറടങ്ങി പൊതുമേഖലയാണില്ല. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 7 കമ്പനികളാക്കി രജിസ്റ്റർ ചെയ്തു, കൊമേർഷ്യൽ കമ്പനികളാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുണ്ടാക്കുക, നിങ്ങൾ മാർക്കറ്റ് കണ്ടുപിടിക്കുക. ആയുധ വ്യാപാരം ഒരു മോശപ്പെട്ട കാര്യമല്ല. നമുക്ക് ബുദ്ധൻ, മഹാത്മാഗാന്ധിയൊക്കെ ഫോട്ടോ ആക്കി നമുക്ക് വെച്ച് മാലയിടാം. ബാക്കി കാര്യങ്ങൾ ലോകരാജ്യങ്ങൾ പെരുമാറുന്നതനുസരിച്ച് നമ്മൾ പെരുമാറിയില്ലെങ്കിൽ നമ്മൾ ആരും ഇപ്പം സാർ ബിൽ ക്ലിൻ്റൻ്റെ ആണ്, എന്താണ് എൻ്റെ ഓർമ്മ കേട്ടോ, അമേരിക്കൻ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായൊരു പ്രസംഗമാണ്, എനിക്ക് മഹാത്മാഗാന്ധിയോട് ബഹുമാനമുണ്ട്, ആരാധനയുണ്ട്, നമസ്കരിക്കുന്നു. എനിക്ക് മാർട്ടിൻ ലൂഥർ കിങ് വളരെ പ്രിയപ്പെട്ടവനാണ്, ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഞാൻ സുപ്രീം കമാൻഡർ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്, എൻ്റെ ഡ്യൂട്ടിയാണ് അമേരിക്കയെ സംരക്ഷിക്കുക എന്നുള്ളത്. ബ്രാക്കറ്റിൽ വെക്കടാ വെടി എന്നാണ് അർത്ഥം. മഹാത്മാഗാന്ധിക്ക് നമസ്കാരം, മാർട്ടിൻ ലൂഥർ കിങ്ങിന് നമസ്കാരം, വെക്കടാ വെടി. ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് ഇതാണ് ലോകരാഷ്ട്രങ്ങൾ കളിക്കുന്നത്. നമ്മൾ മാത്രം ഇങ്ങനെ ഈ തത്വം നിന്ന് നമുക്ക് ഇനി അറിയേണ്ടത്, ഈ പോക്കിൽ ഇസ്രായേലിനെ നമ്മൾ നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി അങ്ങോട്ട് ഫലസ്തീൻ എന്ന് ഉച്ചരിക്കാൻ എത്ര കാലത്തേക്ക് സാധിക്കും? ഇനിയൊരു വർഷം കൂടെ, 8 മാസം മുതൽ 1 വർഷം വരെയൊക്കെ വിദഗ്ധന്മാർ പറയുന്നുണ്ട്. ഇത് നിശേഷം നശിപ്പിച്ചിട്ട് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഷർട്ടിൽ വെടിമരുന്നിൻ്റെ ഗന്ധം ഇല്ലാത്തവരെ മാത്രം അവിടെ ജീവിക്കാൻ അനുവദിക്കും. അവർക്ക് ഈ കുട്ടികൾ കഴിഞ്ഞ ദിവസം ഈ ആശുപത്രിക്ക് ബോംബിട്ടല്ലോ. നെതന്യാഹു പറഞ്ഞു യെസ് ഇട്ടു, ആശുപത്രിക്ക് ബോംബിട്ടു. ആശുപത്രിയിൽ ഹമാസ് ഭീകരർ കയറി താമസിക്കുന്നു. ആശുപത്രിക്ക് താഴെ തുരങ്കം ഉണ്ടാക്കി അവിടെയും ഇവർ താവളത്തിൽ താമസിക്കുന്നു. ഞങ്ങൾ 10 മണിക്കൂർ സമയം കൊടുത്തു. ആശുപത്രിയിലെ രോഗികളെ മാറ്റിക്കോ, ഞങ്ങൾ ആശുപത്രി ബോംബ് ചെയ്യാൻ പോവാണ്. 10-ാം മണിക്കൂറിൽ മുൻപിൻ നോക്കാതെ ബോംബ് ചെയ്തു. ഈ കരച്ചിലൊന്നും നെതന്യാഹുവിനെയൊന്നും ഒട്ടും ചലിപ്പിക്കുന്നില്ല. സ്ത്രീകൾ, ഗർഭിണികൾ, കുട്ടികൾ തകർക്കണം. കാരണം 5 വയസ്സുള്ള കുട്ടി തോക്കുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ യുണൈറ്റഡ് നേഷൻസിൻ്റെ രക്ഷാസമിതിയിൽ ഇസ്രായേൽ കാണിച്ചു. വാട്ട് യു ഹാവ് ടു സേ? ഡോണ്ട് ഷൗട്ട് അറ്റ് മീ സേയിങ് ചിൽഡ്രൻ, ദീസ് ആർ ദ ചിൽഡ്രൻ. 5 വയസ്സുകാരൻ മുതൽ തോക്കുണ്ട്. ഓരോ വ്യക്തിയും, ഓരോ പാലസ്തീനിയും ഗാസയിലുള്ളവൻ ഹമാസാണ്. യെസ്.
അപ്പോൾ ഈ ഘട്ടത്തിൽ അത്രയധികമാണ് ട്രെയിനിങ് അപ്പം കൊടുത്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഈ ഗസയെ അല്ലെങ്കിൽ ഈ പിന്നെ പലസ്തീനെ പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കുക. അതോടുകൂടി ഈ ഒരു വർഷം കൊണ്ട് ഈ യുദ്ധം അവസാനിക്കും. അല്ലെ, പലസ്തീൻ എന്ന് പറയാൻ ഇപ്പോൾ 2 പ്രദേശങ്ങളേ ഉള്ളൂ. ആളുകൾ ഈ അടിഞ്ഞുകൂടി വന്ന് കൂടിയിരിക്കുന്നു. ഒന്ന് ഗസയാണ്, ഒന്ന് വെസ്റ്റ് ബാങ്കാണ്. ഈ 2 മേഖലയിലുമാണ് ഒരേ സമയത്ത് ജൂത കുടിയേറ്റം ഗവൺമെൻറ് സ്പോൺസേഡ്, ഇസ്രായേൽ ഗവൺമെൻറ് സ്പോൺസേഡ് കുടിയേറ്റം നടന്നു. പരസ്യമായി പ്രഖ്യാപിക്കുന്നു, ഞങ്ങളിതാ നാളെ 50,000 പേര് വരുന്നു, ഫ്ലൈറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, മറുഭാഗത്ത് ആയുധം കൊണ്ട് 3 മാർഗേണയുള്ള ആക്രമണം നടക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ TGയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊരു മുഖവാക്യമാക്കിയെടുത്ത് 1 കൊല്ലത്തിനപ്പുറം ഫലസ്തീൻ ഉണ്ടാവില്ല എന്ന ജാഗ്രതാ സന്ദേശത്തോടെ ഈ ഘട്ടത്തിൽ ഈ ചർച്ച അവസാനിപ്പിച്ചാലോ? TGക്ക് എന്തെങ്കിലും? ഞാൻ കൗതുകകരമായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 100,000 പേരെ ഇസ്രായേൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ലോകത്ത് നിന്ന്. കാരണം ഈ യുദ്ധത്തിൽ നശിച്ചുപോയ കെട്ടിടങ്ങൾ, പാലങ്ങൾ ഇതൊക്കെ പുനർനിർമ്മിക്കണമല്ലോ. അതവർ ആ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു. അതിൽ 7,000 പേര്, 100,000-ൽ 7,000 പേര് ഇന്ത്യക്കാരാണ്. അവർക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പെർമിഷൻ കൊടുത്തിട്ടില്ല. നമുക്ക് ഡേഞ്ചറാണ്. കാരണം ഇവരവിടെ പോയിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നത്തിലായി കഴിഞ്ഞാൽ നമ്മൾ വേണ്ട സ്പെഷ്യൽ ഫ്ലൈറ്റ് ഇട്ട് അവനോട് പറഞ്ഞ് എൻ്റെ പൊന്നു ചേട്ടാ എൻ്റെ ആളെ ഒന്ന് വിളിച്ച്, നമ്മൾ ഉക്രൈൻ്റെയൊക്കെ കാല് പിടിച്ചിട്ടാണ്. 28,000 കുട്ടികളാണ്. ആ സെലൻസ്കിയുടെ കാല് പിടിച്ച് മോദിക്കാരഞ്ഞ് എൻ്റെ പൊന്നു ചേട്ടാ എൻ്റെ പിള്ളേരെ നിങ്ങൾ തമ്മിലുള്ള വഴക്കിൽ എന്നെ അവസാനം ശരി എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മൾ റഷ്യയിൽ പോയത് സെലൻസിക്ക് പിടിച്ചിട്ടില്ല. സെലൻസി പറഞ്ഞു ദുഷ്ടനാണ്. നമ്മൾ വളരെ ടാക്ടിക്കലും ഡിപ്ലോമാറ്റിക്കുമാണ്. കാരണം നമുക്ക് നമ്മുടെ കാര്യം വേണം. നമ്മുടെ പിള്ളേരെ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ മോദിയുടെ ഭാവം മാറി, മോദി റഷ്യയിൽ പോയി. അപ്പൊ ഇവൻ ചീത്ത പറഞ്ഞു, നീ എന്നെ പറ്റിച്ചതാണ്. നമ്മുടെ പൗരന്മാരുടെ രക്ഷയല്ലേ ഇതാണ് ഇന്റർനാഷണലി എല്ലാവരും ചെയ്യുന്നത് ഇതാണ്. അതുകൊണ്ട് സെലൻസ്കി ചീത്ത പറഞ്ഞപ്പോൾ മോദി എന്ത് ചെയ്തു? മോദി ഒന്നും മിണ്ടിയില്ല. അങ്ങനെ പറഞ്ഞോട്ടെ, എൻ്റെ പിള്ളേരിങ്ങ് വന്നല്ലോ, ഇനിയിപ്പോൾ അയാൾ എന്താണെന്ന് വെച്ചിട്ട്. ഈ ഒരു യാഥാർത്ഥ്യബോധത്തോടെ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് കാണാനുള്ള ഒരു ശേഷി നമ്മുടെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കക്ഷികൾക്കും ഒക്കെ ഉണ്ടാവട്ടെ എന്നുകൂടി ആശിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.